വൈ കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ എക്സാമിനേഷന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 56 മാർക്കിന്റെ ടോട്ടൽ മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2 മണിക്കൂറാണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇതൊരു DSE സബ്ജക്റ്റ് ആണ്. അപ്പോൾ BBAയുടെ ഒരു സബ്ജക്റ്റാണ് ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഇതിലൊരു മൊത്തത്തിൽ ഒരു 4 പാർട്ടാണ് ക്വസ്റ്റ്യനിലുള്ളത്. ക്വസ്റ്റ്യൻസിലോട്ട് പോകുമ്പോൾ 4 പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ പാർട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്യാരി ചെയ്യുന്നത് 6 മാർക്കാണ്. 6 മാർക്കിൻ്റെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? എല്ലാ ക്വസ്റ്റ്യനും 6 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 6 മാർക്ക് കിട്ടും പാർട്ട് എയിൽ. പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് ക്യാരി ചെയ്യുന്ന 5 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതിന് ഓപ്ഷൻസ് ഒന്നുമില്ല. 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 10 മാർക്ക്. അടുത്ത പാർട്ട് സിയിലോട്ട് പോകുമ്പോൾ അതെന്ന് പറഞ്ഞാൽ 16 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് അങ്ങനെ 4 ക്വസ്റ്റ്യൻ നമ്മൾ 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ 16 മാർക്ക് നമുക്കിതിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ പാർട്ട് സി എന്ന് പറയുന്നത്. അടുത്ത ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് പാർട്ട് ഡി, അതായത് ലാസ്റ്റ് പാർട്ടാണ്. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 24 മാർക്കാണ് ടോട്ടൽ ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യന് 6 മാർക്ക് വെച്ച് 4 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ടൊന്ന് നോക്കി വരാം. ഓക്കെ, ആദ്യം പാർട്ട് എയിലോട്ട് വരാം. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ റോൾ ഓഫ് മാനേജ്മെന്റ് ആസ് എ ഡാഷ് ഡയറക്റ്റഡ് പ്രോസസ് എയിംഡ് അറ്റ് ദ ഓഫ് അച്ചീവിംഗ് ഗോൾസ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഗോൾസ് ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? ഗോൾസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് ലെവൽ അറ്റ് വിച്ച് മാനേജിംഗ് ഡയറക്ടർ ഓപ്പറേറ്റ്സ് ദ ലാർജ് കമ്പനി. മാനേജിംഗ് ഡയറക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏത് ലെവലിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ടോപ്പ് ലെവലാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് രണ്ടാമത്തേൻ്റെ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ ഫങ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ടു സെപ്പറേറ്റ് പ്ലാനിങ് ഫങ്ഷൻ ഫ്രം ദ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ. അതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം. എക്സ്പ്ലെയിൻ ദ ടേം പെർവാസീവ്നെസ് ഓഫ് ദ പ്ലാനിങ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ടേം പെർവാസീവ്നെസ് ഓഫ് ദ പ്ലാനിങ്. ഇതിൻ്റെ ടേമിൻ്റെ എക്സ്പ്ലനേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. അതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതിൻ്റെ ഉത്തരം പീപ്പിൾ, വർക്ക് ആൻഡ് എൻവയറോൺമെൻറ്റ്. അടുത്ത് ഔട്ട്ലൈൻ ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ ദ കാൻഡിഡേറ്റ് സെലക്ഷൻ പ്രോസസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്രിലിമിനറി ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ ഉണ്ട്, പ്രിലിമിനറി ഇൻ്റർവ്യൂ. ഓക്കെ, അതാണ് കാൻഡിഡേറ്റ് സെലക്ഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്നാണ്, പ്രിലിമിനറി ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, അത്രയാണ് ഫസ്റ്റ് പാർട്ടിലുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പാർട്ട് ബി ക്വസ്റ്റ്യൻ ആണ്. അതായത് 2-3 സെൻറ്റൻസിൽ ഉത്തരം എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബി 2 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ചോദ്യമാണ് 7ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. അതായത് MBAയുടെ കോൺസെപ്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. MBAയുടെ കോൺസെപ്റ്റ് എന്താണ്? അതിൻ്റെ ഫുൾ ഫോം ആദ്യം എഴുതും. MBAയുടെ ഫുൾ ഫോം എന്താണ്? മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. ഇത് വേണമെങ്കിൽ ഒരു ഫുൾ ഫോം ആയിട്ട് എന്താണ് MCQ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ആ ഒരു പേരും കൂടെ നോക്കി വയ്ക്കുക. MBO എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. MBO is the management technique where specific objectives are collaboratively set by manager and employee, and performance is measured based on the achieving their objective, ensuring alignment with organization goal. MBO എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റീവാണ്. ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവിനെ എങ്ങനെ അച്ചീവ് ചെയ്യുന്നു, ഒരു മാനേജർ അല്ലെങ്കിൽ എംപ്ലോയീസ് എങ്ങനെ അതിൽ ഒരു ഒബ്ജക്റ്റീവിലോട്ട് എത്തിപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഒരു ടെക്നിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? MBO എന്ന് പറയുന്നത്. ആ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മാനേജർ ആയിരുന്നാലും എംപ്ലോയീസ് ആയിരുന്നാലും പെർഫോമൻസ് നടത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ ദ ടേം സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ഡയറക്ട്ലി മാനേജ്ഡ് ബൈ സുപ്പീരിയർ ഓർ മാനേജർ. എന്ന് പറഞ്ഞാൽ സുപ്പീരിയറോ മാനേജറോ
കൺട്രോൾ ചെയ്യുന്ന സബോർഡിനേറ്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഇമ്പാക്റ്റിംഗ് എഫിഷ്യൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ കൺട്രോൾ ചെയ്യുന്ന എത്ര സബോർഡിനേറ്റ്സ് ഉണ്ട്, അത് എത്രത്തോളം എഫിഷ്യൻസിയോടുകൂടിയും കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലും ആ ഓർഗനൈസേഷനകത്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പറയുന്നതാണ് ഈ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെ എഴുതുക. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ എ സിനാരിയോ വെയർ ഡീസെൻട്രലൈസേഷൻ വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു പ്രൊമോട്ട് എംപ്ലോയി ഓട്ടോണമി. In a multinational corporation, regional officers were given autonomy to make local marketing decisions, enabling faster responses to customer needs and empowering employee to innovate. അതിനിപ്പോൾ ഈ ഇതേപോലെ എഴുതിയാലും മതി. എന്താണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓഫീസ്, റീജിയണൽ ഓഫീസ് ഓരോരുത്തർ. ഇപ്പോൾ നമുക്ക് തന്നെ വലിയ വലിയ കമ്പനിയുടെ റീജിയണൽ ഓഫീസൊക്കെ സ്മോൾ സ്ഥലത്തുകൾ കാണും, അല്ലെങ്കിൽ എന്താണ് ഓരോ സ്റ്റേറ്റിലും കാണും. എന്താണ് ഈ ആൾക്കാർക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് അതിന് ഡയറക്റ്റായിട്ട് എന്താണ് നമുക്ക് കാണാനും അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാനും പറ്റിയ സ്ഥലങ്ങൾ ഒരിടത്തും ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഹൗ വുഡ് യു ഇംപ്ലിമെൻറ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ടു ഇംപ്രൂവ് ദ സ്കിൽ ഓഫ് ആൻ എംപ്ലോയി ഇൻ എ ടെക്നോളജി ഡ്രൈവൻ ഓർഗനൈസേഷൻ. അതെന്താണ്? ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി ഇൻക്ലൂഡ് ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ്, ആക്സസ് ടു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ആൻഡ് കൊളാബറേറ്റീവ് വിത്ത് ഇൻഡസ്ട്രി എക്സ്പേർട്ട് ടൈലർഡ് ടു അഡ്രസ് എമർജിംഗ് ദ ടെക്നോളജി ട്രെൻഡ് ആൻഡ് എംപ്ലോയി സ്കിൽ ഗ്യാപ്പ്. ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, നമുക്കറിയാം അല്ലേ. ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ ഒരു എഫക്റ്റീവ്നെസ്സോടുകൂടി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റിയോടുകൂടി ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നത് ഒരു എന്താണ് ഫിസിക്കൽ പ്രസൻസോടുകൂടി ചെയ്താൽ അത്രയും നല്ലതാണ് അല്ലേ. പിന്നെ ടെക്നോളജി ഓരോ ഡേ ടു ഡേ കഴിയും തോറും എന്താണ് ഈ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയും എഫക്റ്റീവ്നെസ്സിനോടുകൂടി നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷനിലും നല്ല എഫക്റ്റീവോടുകൂടി പ്രൊഡക്റ്റീവോടുകൂടിയും ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് ഈ 10ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആ ഇംപ്ലിമെൻറ്റിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ എഴുതാനുള്ളത്. ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി ഇൻക്ലൂഡ് ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ്. ആ ഒരു ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കണം, ആക്സസ് ഇ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കൊളാബറേറ്റീവ് വിത്ത് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ 11ാമത്തെ ക്വസ്റ്റ്യൻ അപ്ലൈ വേരിയസ് പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്സ് ടു അസസ് ആൻഡ് എൻഹാൻസ് എംപ്ലോയി പെർഫോമൻസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ടെക്നിക്സ് സച്ചസ് 360 ഫീഡ്ബാക്ക്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, KPIs. ഈ ഒരു പേര് നോക്കി വയ്ക്കുക, KPIs എന്നുള്ളത്. KPI എന്ന് പറഞ്ഞാൽ എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ഹെൽപ്പ് ഇവാലുവേറ്റ് പെർഫോമൻസ്, ഐഡൻറ്റിഫൈ ഏരിയ ഇംപ്രൂവ്മെൻറ്റ്, അലൈൻ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ വിത്ത് ഓർഗനൈസേഷൻ ഗോൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ ഈ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചത്. അപ്ലൈ വേരിയസ് പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക് ടു ആക്സസ് എൻഹാൻസ് പെർഫോമൻസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം എഴുതുക. ഇത് 2-3 സെൻറ്റൻസിൽ മാത്രമേ ഈ പാർട്ട് ബി ആൻസർ എഴുതിയാൽ മതി. അതിന് വാരി വലിച്ച് കുറേ പോയിന്റ്സ് ഒന്നും എഴുതാനൊന്നും നിൽക്കേണ്ട. ഇപ്പോൾ 2-3 സെൻറ്റൻസ് അല്ലെങ്കിൽ 2 പോയിന്റാണ് എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ, ഒരു 2 സെൻറ്റൻസ് പോലെ. ഓക്കെ, കൂടുതലൊന്നും വാരി വലിച്ച് എഴുതാൻ നിൽക്കേണ്ട. ജസ്റ്റ് കറക്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി അതിനകത്ത്. ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ നിൽക്കണം. അതാണ് പാർട്ട് ബി. ഓക്കെ, അതിലെല്ലാ ആൻസറും നമ്മൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. ഇനി അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പാർട്ട് സി ആണ്. പാർട്ട് സിയിൽ പറയുന്നത് എന്താണ്? ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അത് കുറച്ച് ഡിസ്ക്രിപ്ഷനോടുകൂടി തന്നെ എഴുതണം. ഓക്കെ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് എഴുതേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് ഓപ്ഷനോടുകൂടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ എയും ബിയും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ അപ്ലൈ ദ സ്റ്റെപ്സ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് ടു ഡെവലപ്പ് എ സ്ട്രാറ്റജിക് പ്ലാൻ ദാറ്റ് അഡ്രസ്ഡ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾസ് ഇൻ ആൻ ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെപ്സ് ഇൻക്ലൂഡ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, അനലൈസിങ് ദ കോമ്പറ്റീറ്റീവ് എൻവയറോൺമെൻറ്റ്, പിന്നെ ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ ആൻഡ് മോണിറ്ററിംഗ് പ്രോസസ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് ജസ്റ്റ് ചെറിയൊരു എക്സ്പ്ലനേഷനോടുകൂടി തന്നെ ഈ പോയിന്റ്സുകൾ എഴുതുക, 4 പോയിന്റ്സ്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്നതാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ആദ്യത്തെ. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസിങ് ദ കോമ്പറ്റീറ്റീവ് എൻവയറോൺമെൻറ്റ്. മൂന്നാമത്തെ ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്. നാലാമത്തെ ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാന്. അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ മോണിറ്ററിംഗ് പ്രോഗ്രസ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത്രയും പോയിന്റ്സ് അതിനകത്ത് ജസ്റ്റ് ചെറിയൊരു എക്സ്പ്ലനേഷനോട് ഇരിക്കുക അല്ലെങ്കിൽ എക്സാമ്പിളോടുകൂടി എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക് കിട്ടും. അടുത്തതെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട് എ പ്ലാൻ ഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ ടെക്സ്റ്റൈൽ ഷോപ്പ്. ഒരു പ്ലാൻ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലോജിക് പരമായിട്ട് എഴുതുക. ഇൻക്ലൂഡ് മാർക്കറ്റ് റിസർച്ച്,
മാർക്കറ്റ് റിസർച്ച് ആദ്യം ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, റിസോഴ്സ് പ്ലാനിങ്, മാർക്കറ്റ് സ്ട്രാറ്റജി, ബഡ്ജറ്റിങ്, എസ്റ്റാബ്ലിഷിംഗ് വെണ്ടർ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ലോജിക് പരമായിട്ട് ചിന്തിച്ചാൽ കിട്ടുമെന്നുള്ളത് ആ രീതിയിൽ അങ്ങ് എഴുതുക, എങ്ങനെയാണ് ആ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ 13ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വുഡ് യു ഷോ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എലമെന്റ് ഓഫ് ഡയറക്ടിങ് ഇൻ എ സിനാരിയോ വേർ എ ടീം ഈസ് അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു ടീം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ സിനാരിയോയിൽ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നു, എലമെന്റ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. എലമെന്റ്സ് മീൻസ് ഹൗ ഡു യു നോ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എലമെന്റ്സ് ഓഫ് ഡയറക്ടിങ് ഇൻ ദ സിനാരിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ സിറ്റുവേഷൻ ഏതാണ്, വേറെ ടീം ഈസ് അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ടീം ഉള്ളപ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് ഓൺ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഓഫ് എക്സ്പെക്ടേഷൻസ്, മോട്ടിവേറ്റിംഗ് ദ ടീം ത്രൂ റിവാർഡ്സ്, പ്രൊവൈഡിങ് ട്രെയിനിങ് ഫോർ സ്കിൽ ഗ്യാപ്പ്, മോണിറ്ററിങ് പെർഫോമൻസ് വൈൽ ഓഫറിങ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. ഈ പോയിന്റ്സുകളെല്ലാം നോക്കുക, വിത്ത് എക്സ്പ്ലനേഷനോട് തന്നെ എഴുതുക. ഓക്കെ. അടുത്ത പാർട്ട് ബി ക്വസ്റ്റ്യൻ. പാർട്ട് ബി മീൻസ് 13ലെ രണ്ടാമത്തെ ഓർ ക്വസ്റ്റ്യൻ, ഹൗ വുഡ് യു യൂസ് ട്രഡീഷണൽ കൺട്രോൾ ടെക്നിക് ടു റെക്ടിഫൈ ഫിനാൻഷ്യൽ ഡിസ്പെറൻസീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതിൽ പറയുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്നിക്സിലേക്ക് ബഡ്ജറ്ററി കൺട്രോൾ കൊടുക്കുക, ബഡ്ജറ്ററി കൺട്രോൾ യൂസ് ചെയ്യുക. പിന്നെ വേരിയൻസ് അനാലിസിസ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ഹെൽപ്പ് ഐഡന്റിഫൈ ആൻഡ് അഡ്രസ് discrepancies, ensuring financial disciplines and accountabilities. ഈ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ പൊരുത്തക്കേട് എന്നുള്ളതാണ്. അതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് പൊരുത്തക്കേട്? റെക്ടിഫൈ ഫിനാൻഷ്യൽ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള പൊരുത്തക്കേടുകൾ എന്തെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ ഇപ്പോൾ ഈ പോയിന്റ് തന്നെ എഴുതണം നിർബന്ധമില്ല. ഇത് വായിച്ചിട്ട് നിങ്ങളുടെ ലോജിക് പരമായിട്ട് എന്ത് ഉത്തരം തോന്നുന്നു അത് നമുക്ക് എഴുതാം. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഉൾപ്പെടുത്തിയാൽ അത്രയും നല്ലത്. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പോൾ ആ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറ്റുമെങ്കിൽ എഴുതുക. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസ് ഹൗ ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് മോഡൽ ഇമ്പാക്ട് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി ആൻഡ് വർക്ക് പ്ലേസ് കൾച്ചർ ഇൻ എ വേരിയസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്. അതിനകത്ത് പറയുന്നതാണ്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് മേ എൻഷുർ ക്വിക്ക് ഡിസിഷൻ ബട്ട് ലിമിറ്റഡ് ക്രിയേറ്റിവിറ്റി, വൈൽ പാർട്ടിസിപ്പേറ്റ് മോഡൽ ഫോസ്റ്റർ innovation and collaboration, enhancing both the productivity and culture, especially in knowledge-driven industries. ഇത്രയും പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അടുത്തത് അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ് ബി പാർട്ട്, അനലൈസ് ദ റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ഡയറക്റ്റ്. ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ അല്ലെങ്കിൽ ബി, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എഴുതാനുള്ളത്. അപ്പോൾ മോട്ടിവേഷൻ ഡ്രൈവ്സ് എംപ്ലോയീസ് പെർഫോമൻസ് ആൻഡ് എൻഗേജ്മെൻറ്റ്, എൻഷുറിങ് അലൈൻമെൻറ്റ് വിത്ത് ഓർഗനൈസേഷൻ ഗോൾ ത്രൂ ഇൻട്രൻസിക് എന്ന് പറഞ്ഞാൽ റെക്കഗ്നിഷൻ, അതാണ്. എക്സ്ട്രൻസിക് എന്ന് പറഞ്ഞാൽ റിവാർഡ്. ആ രണ്ട് വാക്ക് നോക്കി വയ്ക്കുക. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസിഫൈഡ്. 15ാമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ടാണ്. ക്ലാസിഫൈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ അഡാപ്റ്റബിലിറ്റി ഇൻ ലാർജ്, മീഡിയം ആൻഡ് സ്മോൾ ഓർഗനൈസേഷൻ. ഇതിനകത്ത് പറയുന്ന ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ട് ലാർജ് ഓർഗനൈസേഷൻ ഫോർ സ്പെഷ്യലൈസേഷൻ, ഡിവിഷണൽ സ്ട്രക്ചർ ഫിറ്റ് മീഡിയം എൻ്റർപ്രൈസ് ഫോർ ഫോക്കസ് ഓൺ പ്രോഡക്റ്റ് ലൈൻസ്, ആൻഡ് ലാസ്റ്റ് ഓൺ ഫ്ലാറ്റ് സ്ട്രക്ചർ സ്യൂട്ട് സ്മോൾ ഫേംസ് ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഗിലിറ്റി. ഇതിൽ 3 സ്ട്രക്ചർ ഏതൊക്കെയാണ്? ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ട്, ഡിവിഷണൽ സ്ട്രക്ചർ ഉണ്ട്, ഫ്ലാറ്റ് സ്ട്രക്ചർ ഉണ്ട്. ഈ മൂന്നിൻ്റെയും എക്സ്പ്ലനേഷനോടുകൂടി ക്ലാസിഫൈ ചെയ്ത് എഴുതുക. ഓക്കെ. അടുത്ത ഡിഫറൻഷിയേറ്റ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദേ ഇമ്പാക്ട് ഡിസിഷൻ മേക്കിംഗ് വിത്ത് ആൻ ഓർഗനൈസേഷൻ. Decentralization spread decision making across levels, fostering autonomy and innovation, while delegation transfer specific task. Delegation എന്താണ്? സ്പെസിഫിക് ടാസ്കിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് ചെയ്യുന്നത്. ബട്ട് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി, ensuring control, but enhance decision making by empowering employees at appropriate level. ഇതാണ് ഡെലിഗേഷൻ്റെതും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. ഇങ്ങനെ പോയിൻ്റായിട്ട് എഴുതി പോവാം, അല്ലെങ്കിൽ 2 കോളം വരച്ചിട്ട് അതിനകത്ത് രണ്ടിൻ്റെയും ഡിഫറൻസ് പോലെ എഴുതി പോയാലും മതി. ഓക്കെ. അതാണ് ചെയ്യാനുള്ളത്. അടുത്തത് നമ്മൾ പോകുന്നത് ലാസ്റ്റ് പാർട്ടിലോട്ടാണ്. പാർട്ട് ഡി ലോങ് ആൻസർ ടൈപ്പാണ്. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എസ്സേ പോലെ തന്നെ എഴുതണം. ഒരു പേജിൽ കൂടുതൽ തന്നെ എഴുതാൻ ശ്രമിക്കണം. ഒരു പേജിൽ കുറവ് ഒരിക്കലും എഴുതരുത്. 2 പേജോ അതിൽ കൂടുതൽ എഴുതിയാലും കുഴപ്പമില്ല. ഒരു പേജിൽ താഴെ ഒരിക്കലും എഴുതരുത്. അതിൽ കൂടുതൽ പേജിൽ തന്നെ എഴുതുക. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ എ പാർട്ട് എന്ന് പറഞ്ഞാൽ കമ്പയർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വിത്ത് മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ്. മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസും സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറീസും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ FW ടൈലറിൻ്റെതാണ്. മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആരുടെയാണ്? ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് എന്തുവാണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അപ്പം രണ്ടും FW ടൈലറിൻ്റെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്. ഇതിൻ്റെ എഴുതേണ്ടത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന പ്രൊപ്പോസ്ഡ് ബൈ FW ടൈലർ ആണ്. ഇറ്റ് ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് എഫിഷ്യൻസി ബൈ അനലൈസിങ് വർക്ക് ഫ്ലോ. അതിൻ്റെ കമ്പാരിസൺ നമ്മുടെ ഇഷ്ട രീതിയിൽ എഴുതാം. ഡിഫറൻഷിയേറ്റ് പോലെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് എഴുതാം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതാം, പിന്നെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെ അതിനകത്തുണ്ടെന്നുള്ള ടാസ്ക് സ്പെഷ്യലൈസേഷൻ, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്, വർക്കർ പ്രിൻസിപ്പിൾസ്, അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ രീതിയിൽ മോഡേൺ തിയറീസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ അങ്ങനെ അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ അതിനെ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെ അതിനെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത അനലൈസ് ഹെൻറി ഫയൽ കോൺട്രിബ്യൂഷൻ ടു മാനേജ്മെൻറ്റ് തോട്ട് ആൻഡ് അക്സസ് ദ റിലവൻസ് ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ എ ടുഡേയ്സ് കോൺസെപ്റ്റ്. അത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഉള്ള നിലവിൽ ഇതിനെങ്ങനെയാണ് നോക്കി കാണുന്ന ആ രീതിയിൽ തന്നെ റിലവൻസ് എങ്ങനെയാണെന്ന് തോന്നുന്ന ആ രീതിയിൽ തന്നെ എഴുതിപ്പോ ഹെൻറി ഫയലിൻ്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഹെൻറി ഫയലിൻ്റെ 14 പ്രിൻസിപ്പിൾസ് അറിയാമെങ്കിൽ അത് എഴുതാം. അതെല്ലാം കൂടെ എഴുതി വെച്ചിട്ട് വേണം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന അനലൈസ് ഹെൻറി ഫയൽ കോൺട്രിബ്യൂഷൻ ടു മാനേജ്മെൻറ്റ് തോട്ട്സ് ആൻഡ് അസസ് ദ റിലവൻസ് ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ് ടുഡേയ്സ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ 14 പ്രിൻസിപ്പിളും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഇതിൻ്റെ ടുഡേയ്സ് കോൺസെപ്റ്റ് ഈ രീതിയിലാണ്, ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ എഴുതുക. അപ്പോൾ ഇതെല്ലാം മാനേജ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ആ രീതിയിലൊക്കെ അതിനെ എഴുതുക. ടുഡേയ്സ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് റിലവൻസ് ടുഡേ മെനി പ്രിൻസിപ്പിൾസ് ലൈക്ക് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, equity, discipline remains integral to effective management. However, rigidity of principles like scalar chain is challenged by flat organized structure. Adaptation of these principles is essential to cater modern challenges such as എംപ്ലോയി എംപവർമെൻറ്റ് ആൻഡ് റാപ്പിഡ് ടെക്നോളജി ചേഞ്ചസ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് നല്ലപോലെ എഴുതാനായിട്ട് സാധിക്കും. ഇനിയും നിങ്ങൾക്ക് സമയം താമസിച്ചിട്ടില്ല. ഇതൊക്കെ ഇപ്പോഴും പഠിക്കാൻ പെട്ടെന്ന് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക എല്ലാവരും. അടുത്തതെന്ന് പറഞ്ഞാൽ 17th A ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ ഇമ്പാക്ട് ഓഫ് വാല്യൂസ് ഇൻ എ മാനേജറിയൽ ആൻഡ് ഹൗ എത്തിക്കൽ കൺസിഡറേഷൻസ് ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിംഗ് അറ്റ് വേരിയസ് മാനേജ്മെൻറ്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് ഓഫ് വാല്യൂ ഇൻ മാനേജ്മെൻറ്റ്, അതിൻ്റെ പോയിന്റ്സ് എഴുതുക. പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷനോടുകൂടി എഴുതുക. ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു 4 പോയിൻറ്റോ 5 പോയിൻറ്റോ അത് മാത്രമല്ല എഴുതാനുള്ളത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സാമിന് എഴുതേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്ത ബി പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ പ്ലാനിങ് പ്രോസസ് വിത്ത് യുവർ ഓർഗനൈസേഷൻ ബൈ അനലൈസിങ് ഹൗ വെൽ ഇറ്റ് അലൈൻ വിത്ത് ഓർഗനൈസേഷണൽ ഗോൾസ്, ഫെസിലിറ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് ആൻഡ് അഡാപ്റ്റ് ടു ചേഞ്ചസ് ഇൻ ദ എക്സ്റ്റേണൽ എൻവയറോൺമെൻറ്റ്. എഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ് അതിനകത്ത് വരുന്നതാണ് അലൈനിങ് വിത്ത് ഓർഗനൈസേഷണൽ ഗോൾസ്, ഫെസിലിറ്റേറ്റിംഗ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്, അഡാപ്റ്റിംഗ് ടു ചേഞ്ച്, അങ്ങനെയുള്ളതെല്ലാം എഴുതുക. ഓക്കെ, എന്തൊക്കെയാണ് എഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിത്ത് എക്സ്പ്ലനേഷൻ നല്ല രീതിക്ക് തന്നെ എഴുതുക. ഒരു 2 പേജ് കുറയാതെ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ദ ഡിസിഷൻ മേക്കിംഗ് ടെക്നിക് യൂസ്ഡ് ഇൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിറ്റർമൈൻ വിച്ച് ടെക്നിക് വുഡ് ബി ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദ കമ്പനി ഫേസിങ് ഹൈ ലെവൽ ഓഫ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം, റിസ്ക് സംഭവിക്കുന്നതാണ് റിസ്ക്, അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യം സംഭവിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. കോമൺ ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് പറഞ്ഞ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്, ഇൻഡ്യൂക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, ബ്രെയിൻ സ്റ്റോമിങ്, സിനാരിയോ പ്ലാനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതിനകത്ത് പിന്നെ പറയുന്നതാണ് ടെക്നിക് ഫോർ ഹൈ അൺസർട്ടനിറ്റീസ് എന്ന് പറഞ്ഞിട്ട് സിനാരിയോ പ്ലാനിങ് ഉണ്ട്, ഡെൽഫി മെത്തേഡ് ഉണ്ട്, അഗ്ലി ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല, ഇതല്ലാതെ തന്നെ പല പ്ലാനിങ് ടെക്നിക്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഏതാണോ അത് എഴുതി വയ്ക്കുക. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും 1 പേജോ 4 പോയിൻറ്റോ എഴുതി മാത്രം വെച്ച് കളയരുത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18
ബി പാർട്ടാണ് ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ബൈ എക്സാമിനിങ് ദ ക്വാളിറ്റി ഓഫ് എ ഔട്ട്കം അച്ചീവ്ഡ്. ഗോൾ അലൈൻഡ് ആണ്, ടൈംലിനെസ് ആണ്, സ്റ്റേക്ക് ഹോൾഡർ സാറ്റിസ്ഫാക്ഷൻ ആണ്, ക്വാളിറ്റി ഓഫ് ഔട്ട്കം, ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എഫക്റ്റീവ്നെസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫക്റ്റീവ്നെസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ബൈ എക്സാമിനിങ് ദ ക്വാളിറ്റി ഓഫ് എ ഔട്ട്കം അച്ചീവ്ഡ്. അത് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളുടെ ഒരു രീതിയിൽ തന്നെ എഴുതാവുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ദ റീസൺ ബിഹൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് എ സക്സസ്ഫുൾ ലീഡർ ഇസ് നോട്ട് നെസസറിലി ആൻ എഫക്റ്റീവ് വൺ. അതിൻ്റെ ഇതും ഒരു ജനറൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് നമ്മുടെ രീതിയിൽ തന്നെ എഴുതി പോകാം. പിന്നെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത് അതൊന്ന് വായിച്ച് വെച്ചേക്കുക. സക്സസ്ഫുൾ ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡർ അച്ചീവ് ഗോൾസ് ബട്ട് ദെയർ മെത്തേഡ് മേ നോട്ട് ബി എൻഷുർ സസ്റ്റൈനബിലിറ്റി ഓർ ലേൺ മോഡൽ. ആൻ എഫക്റ്റീവ് ലീഡർ ഫോസ്റ്റർ ലോങ് ടേം ഗ്രോത്ത് ബൈ എംപവറിങ് എംപ്ലോയി ആൻഡ് മെയിൻറ്റെയിനിങ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഫോളോ ചെയ്യുക. മെത്തേഡ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ എംപ്ലോയീസിൻ്റെയും നല്ലൊരു ലീഡർ ആയിരിക്കണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം, നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു സുപ്പീരിയർ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതുക. ഓക്കെ, അടുത്ത 19ാമത്തെ ബി പാർട്ട് ആണ്. അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഇവാലുവേറ്റ് ആൻഡ് ഡെവലപ്പ് ആൻ എഫക്റ്റീവ് ആക്ഷൻ പ്ലാൻ ടു കൺട്രോൾ ഓർഗനൈസേഷണൽ പ്രോസസ് ആൻഡ് അഡ്രസ് ഇൻഎഫിഷ്യൻസി ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇത് ഇവാലുവേറ്റ് ആൻഡ് ഡെവലപ്പ് ആൻ എഫക്റ്റീവ് ആക്ഷൻ പ്ലാൻ ടു കൺട്രോൾ ഓർഗനൈസേഷൻ. നമ്മൾ ആക്ഷൻ പ്ലാൻ നമ്മൾ സെറ്റ് ഏതൊക്കെയാണെന്നാണ് എഴുതാനുള്ളത്. ഓക്കെ, അതിനകത്ത് ആദ്യം ഐഡൻറ്റിഫൈ ഇൻഎഫിഷ്യൻസീസിന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ ഗോൾസ് സെറ്റ് ചെയ്യുക, അതിനുശേഷം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യുക, പിന്നെ ഔട്ട്കംസിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ. അത് ഈ ഔട്ട്കംസിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെഗുലർലി ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഇവാലുവേഷൻ പ്രോസസ്സ് ഒരിക്കൽ ചെയ്തങ്ങ് നിർത്തുന്നതല്ല. ഇവാലുവേഷൻ എപ്പോഴും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എപ്പോഴും ഇവാലുവേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് ഇസ് ഓൾസോ എ കണ്ടിന്യൂസ് പ്രോസസ്. അതുപോലെ തന്നെ ഇവാലുവേഷനും കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഒരു എഫക്റ്റീവ്നെസ്സോടുകൂടി നമുക്കൊരു ഓർഗനൈസേഷൻ മുമ്പിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ എഴുതുക, ഈ സ്റ്റെപ്സ് എഴുതുക. ഐഡൻറ്റിഫൈ ഇൻഎഫിഷ്യൻസി, സെറ്റ് ഗോൾസ്, ഇംപ്ലിമെൻറ്റ് കൺട്രോൾ, എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ, ഇവാലുവേറ്റ് ഔട്ട്കംസ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കമ്പനി ഇൻഡ്യൂസ് എ ഡിജിറ്റൽ വർക്ക് ഫ്ലോ മാനേജ്മെൻറ്റ് സിസ്റ്റം ടു സ്റ്റീം ഓപ്പറേഷൻ റെഡ്യൂസിങ് delay by 20%. An effective action plan combines strategy control measures with continuous evaluation of sustainable development. ഇവിടെ ഇവാലുവേഷൻ ആണ് മെയിൻ. നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ചുമ്മാ ഇരുന്നാൽ പോരാ, അതിനെന്ത് ചെയ്യണം? ഇവാലുവേറ്റും കൂടെ ചെയ്യണം. അതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ്റെ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എല്ലാവരും നോക്കുക. ഓക്കെ, മൊത്തത്തിൽ 4 പാർട്ടാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, മൊത്തത്തിൽ 4 പാർട്ടാണുള്ളത്. എ ബി സി ഡി എന്ന് പറഞ്ഞ 4 പാർട്ടുണ്ട്. ആദ്യത്തെ സെറ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അത് 4 ഓപ്ഷൻസ് വീതം കാണും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരു പാർട്ട് ബി വരുമ്പോൾ 2 or 3 സെൻറ്റൻസിൽ ആൻസർ എഴുതാനുള്ളതാണ്. അത് 2 മാർക്കിൻ്റെ ചോദ്യം ആണ് ഓരോ ക്വസ്റ്റ്യനും. അത് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ആദ്യത്തെ എ പാർട്ടിലും ബി പാർട്ടിലും ഫുൾ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യണം. സി പാർട്ടിൽ വരുമ്പോൾ 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ലാസ്റ്റിലോട്ട് വരുമ്പോൾ 6 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.